ഹാസ്യലോകത്ത് കഴിവ് തെളിയിച്ച 3 താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിമിക്രി രംഗത്തും TV രംഗത്തും അതേപോലെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള 3 താരങ്ങളാണ്. Ladies and gentlemen, first of all, I welcome on stage Ramesh Pisharadi. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ 2012 സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് 2013 ജഗദീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം 2013 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടൊപ്പം ആയതിൽ വളരെ സന്തോഷം. 2012 ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അവസാനിച്ചില്ല. വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. സംഭവബഹുലമായ ഒരു 2012 ഏറ്റവും വേഗത്തിൽ കടന്നുപോയത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം 2012 ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. 2011 ബ്ലസി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികമാരുമില്ലായിരുന്നെങ്കിലും 2012 ബ്ലസി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ് അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ 5 ലിറ്റർ പെട്രോൾ ഫ്രീ ആണ്. ഒരു 2015 ആകുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ 5 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആവും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെ ആയിരുന്നു. വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ, അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഖാദറിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നു, വളരെ സന്തോഷം. ഇങ്ങനെ 2012 നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. 2012 കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2012 ഏകദേശം 8ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈ ബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന, ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ്, ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം ധർമ്മജൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും, ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന്. നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ. എൻ്റെ സന്തോഷം അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ്. പറയുന്ന കേട്ടത്തൊന്നും നാട്ടില് കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിൽ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു എന്ന്. പ്രത്യേക സന്തോഷം. ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിലെന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന 3 ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ച് തീർക്കണം. വേദിയിൽ കോമഡിയുമായി ഇനിയും കാണാം എന്ന ഉറപ്പോടെ. ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ധർമ്മൻ 2 ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടുട്ടു എന്നൊരു ശബ്ദം കേട്ടു. ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ധർമ്മൻ ഭാര്യയെ വിളിച്ചെഴുപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് അറിഞ്ഞിട്ട് മതി നമ്മുടെ തുടർന്നുള്ള ജീവിതം എന്ന് പറഞ്ഞ് ധർമ്മൻ വളരെ വിപ്ലവമുണ്ടാക്കി
2 മണിക്ക് ആ പാവം ഭാര്യ ലൈറ്റ് ഓൺ ചെയ്ത് സ്പെല്ലിംഗ് വായിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ബ്യൂട്ടിഫുൾ എന്നല്ല ബാറ്ററി ഫുള്ളെന്ന് എഴുതി വന്നേക്കുന്നതാണ്, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. എങ്കിലും ധർമ്മൻ എന്ന് പറയുന്ന ഈ കലാകാരൻ BA കഴിഞ്ഞ് MA കഴിഞ്ഞ് ഇപ്പോൾ CA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് കൈയടിക്കണ്ട. BA പൊളിറ്റിക്സ് 3rd ക്ലാസ്സിൽ പാസ്സായി, അത് കഴിഞ്ഞിട്ട് MA മിമിക്രി ആർട്ടിസ്റ്റായി, ഇപ്പോൾ CA സിനിമ ആർട്ടിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസവും തള്ളി നീക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ വരുമ്പോൾ എപ്പോഴും ധർമ്മൻ എല്ലാ തവണയും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് വരാറ്, ഈ ഷോ നന്നാവണേ ഈ ഷോ നന്നാവണേ എന്ന്. അപ്പോൾ ഇത്തവണ മാത്രം പോയില്ല. ഞാൻ ചോദിച്ചു എന്താ ധർമ്മ പോവാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർ പോയപ്പം ആന ശർക്കരയുടെ ഉണ്ടയാന്ന് ഓർത്തെടുത്ത് തിന്നാൻ പോയത്. അതോടുകൂടി ധർമ്മനും പോയി. ഇനി അടുത്ത കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 10 വയസ്സായ ഏഷ്യാനെറ്റിൽ 10 മണിക്കെത്തി പൊട്ടിച്ചിരിയുടെ പൂമാലയും പുഞ്ചിരിയുടെ പൂത്തുരിയും തീർത്ത പള്ളുരുത്തി സ്വദേശിയായ ഒരു കലാകാരൻ, വാക്കുകളുടെ വരവർഷത്താൽ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കലാകാരൻ, മലയാള ഭാഷ മറിച്ചും തിരിച്ചും മറിച്ചും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കലാകാരൻ. അദ്ദേഹത്തെ നിറഞ്ഞ കൈഡികളുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു സാജൻ പള്ളുരുത്തി. സ്വാഗതം സാജൻ പള്ളുരുത്തി. താങ്ക് യു. ഒരുപാട് തവണ അബുദാബിയിൽ വന്നിട്ടില്ല, വളരെ കുറച്ച് സമയങ്ങളെ അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അതിനൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഈ ഇരിക്കുന്ന മലയാളികളെ കാണുമ്പോൾ കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ മലയാളികൾ, കേരളം വിട്ട് മറുനാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് മറുനാട്ടിലാണ്. ഈ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും 2012 അത്ഭുതത്തിൻ്റെ വർഷമാണ്. കാര്യം ഈ ഊരായി കോണത്ത് കറുത്ത താറാവിട്ടത് കറുത്ത മുട്ടയായിരുന്നു. തൊടുപുഴയിൽ ഒരു കോഴി പ്രസവിച്ചു. 12 ഒരു കുട്ടി ജനിച്ചു. അത് 10 വിരലല്ല 12 വിരലാണ്. അത്ഭുതങ്ങളുടെ ലോകത്ത് നിൽക്കുകയാണ് നമ്മളെല്ലാവരും. ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മാറ്റത്തിന് മാത്രം ഇന്ന് വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും തുടരുകയാണ്. പണ്ട് കറക്കി വിളി എങ്കിൽ പിന്നെ ഞെക്കി വിളിയായി, ഇപ്പോൾ തോണ്ടി വിളിയായി ഫോൺ. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ മാറ്റിമറിയുകയാണ്. തോണ്ടി വിളിച്ചോണ്ട കാര്യം പറഞ്ഞപ്പോൾ ഒരു മുത്തശ്ശി ട്രെയിനിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, മോനെ ഇച്ചിരി ചുണ്ണാമ്പ് വന്നേന്ന് പറഞ്ഞപ്പോൾ ചെറുക്കൻ പറയും, മുത്തശ്ശി ഇത് വെറ്റിലല്ല ടച്ച് സ്ക്രീനാണ്, തോണ്ടിക്കൊണ്ടിരിക്കുക. ഒരുപാട് മാറ്റങ്ങൾ. കാര്യം പണ്ട് ഈ അമ്മമാർ പറഞ്ഞു കൊടുക്കണം, മോളെ ഇതാണ് നിന്റെ അച്ഛനെന്ന്, അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ കുട്ടികൾ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ ഇതാണ് എൻ്റെ അച്ഛൻ. അതാണ് സീരിയലിൻ്റെ കഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു. ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. മാറ്റത്തിന് മാത്രം മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മുടെ മനസ്സുകൾക്കും മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാ മാറ്റങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പുതിയ വർഷത്തെ എതിരേൽക്കുന്ന പുതുവർഷത്തിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് കേരളം വിട്ടുകൊണ്ടുള്ള ഞങ്ങളുടെ പരിപാടി. ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ വിഭവസമൃദ്ധമായ പപ്പടം പഴം പായസം പോലുള്ള സമ്പത്സരങ്ങളും മാസങ്ങളും സെക്കൻഡുകളും നിമിഷങ്ങളും എന്ന് വെക്കാലവും ജഗദീശ്വരൻ നിങ്ങളുടെ പ്രവൃത്തി പോലെ നിങ്ങൾക്ക് മാറിക്കോരി തരട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ TVക്ക് വെറുതെ ടെലിവിഷൻ എന്ന് മാത്രമേ പേരുണ്ടായിരുന്നുള്ളൂ. സാഞ്ചേട്ടൻ പരിപാടി അവതരിപ്പിച്ച് തുടങ്ങിയ പിന്നെയാണ് TVക്ക് വിഡ്ഢിപ്പെട്ടി എന്നൊരു പേരും കൂടെ വന്നത്. TV-യിൽ ഇതുപോലെ സാഞ്ചേട്ടൻ പല പരിപാടികളും. സാഞ്ചേട്ടൻ ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ലോകത്ത് പല ഭാഷകളുണ്ടെങ്കിലും ഈ അറബി ഭാഷയ്ക്ക് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? 2 പ്രത്യേകതയാണ്. ഒന്ന്, ചേട്ടന് കേട്ടാൽ മനസ്സിലാവില്ല. 2, ഇത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എന്നുള്ളതാണ്. എല്ലാ ഭാഷയും ഇടത് നിന്ന് വലത്തോട്ടാണ്, അറബി മാത്രം വലത് നിന്ന് ഇടത്തോട്ടാണ്. ഇവിടെ പാട്ട് പാടാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ പാട്ട് പാടുക എന്ന് പറയുന്നത്, പാട്ട് പാടുമ്പോൾ കയ്യടി കിട്ടണം. പക്ഷെ ഞാനും പിഷാരടിയൊക്കെ പാടുമ്പോൾ കയ്യടി ഉണ്ടാകാറില്ല, കൈക്കടയിൽ ഞങ്ങളെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ആ കയ്യടി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ചെറിയ ടെക്നിക്കും ഒരു മാജിക്കൊക്കെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പാട്ട് പാടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം പാട്ടുകൾ ഇവിടെ യൂത്ത് ഉണ്ട്, പ്രായമുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. പാട്ടിൽ യേശുദാസും സാജൻ പള്ളുരുത്തിയും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് യേശുദാസ് പാടും, സാജൻ പള്ളുരുത്തി പാടൂല. ഇപ്പൊ സാഞ്ചേട്ടൻ പാടണമെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുകയാണെങ്കിൽ സാഞ്ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി, അറബി ഭാഷയിൽ ഒരു പാട്ട് പാടിയാൽ മതി. അറബി ഭാഷ പാടണ്ട, അവർക്കറിയാം ഞാൻ പാടുന്നത് മലയാളമായിരിക്കുമെന്നറിയാം. ഏത് പാട്ടും അങ്ങനെയാണെങ്കിൽ മലയാളം അറബി ആക്കി പാടിയാൽ മതി. വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിച്ച് അനുരാഗ വിലോചനായി അല്ല, ഇവർക്ക് കൈയടിക്കാൻ പറ്റിയ താളം വരണമെങ്കിൽ കുട്ടികൾ വീടിന്റെ വിളക്കാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടി പാടിയ ഒരു ഗാനം മോഹൻലാലിന്റെ ഭ്രമരം എന്ന ചിത്രത്തിലെ ഓണക്കൽ തന്നാരപ്പു താത്ത ലങ്ങേന എന്റെ വിശുപാലു പുള്ളവെ ഞാണഞ്ഞപ്പിക്കാക്കിന്നേന
ലുരിക്കാം ഞാൻ നന്നോ പോ തിങ്ങാച്ച. തിങ്കളാഴ്ചയോ? തിങ്കളാഴ്ച എന്നല്ല, തിങ്ങാച്ച എന്ന് പറഞ്ഞ ചങ്ങാതി എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കുറച്ച് പഴയ ആൾക്കാർക്ക് വേണ്ടി സംഗമം വേണ്ട, അവർക്ക് ഞാനൊരു പാട്ട് പാടാം. ആ പാട്ട് ഏറെ ആലുവപ്പുഴയെ സ്നേഹിച്ചിട്ടുള്ള, ഇന്നും ആ ചിത്രം കാണുമ്പോൾ ആലുവപ്പുഴയുടെ പഴയ മനോഹാരിതയെ ഒപ്പിയെടുക്കുന്ന ഒരു പഴയ ഗാനമാണ്. റയറീപ്പേ റയറീപ്പേ ദൗവർപ്പടരനു നീരനീപ്പേ രുംളിക്കൊണ്ടേ കോങ്ങിണിക്കി കുണ്ടന്ന ലിയലാമണുണ്ണാപ്പെനി രൂവേളിയലാമണുണ്ണാപ്പെനി. കാലം മാറി മറിയുകയാണ്. ബിസയിലെ ഗോപുരം പോലെ, നോത്രദാമിലെ കാസിബോധയെ പോലെ കൂനി ഒരു കാലഘട്ടം. നന്മയും തിന്മയും തമ്മിൽ കൂട്ടിമുട്ടിയാൽ തിന്മ ജയിക്കുന്ന കാലഘട്ടത്തിൽ കൈകുട്ടിക്കളിയില്ല, കൈവെട്ടിക്കളിയായി, കുമ്മേടിയില്ല, കുനിചീർത്തി കുമ്മനടിയായി. മാർഗം കളിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തതിനാൽ മാർഗം കളിക്കാർ മറ്റു മാർഗം തേടി പോകുന്നു. കൊച്ചുമോൻ എണീറ്റ് നിന്ന് മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി പോയി ഇപ്പൊ പഴയ പോലെ തുമ്പി തുള്ളലൊന്നും ഇല്ലെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോനെ ഇപ്പൊ തുമ്പി തുള്ളാറില്ല, സന്ധ്യയായി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ തമ്പിയാണ് തുള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതും ആവറേജ് അല്ല, നല്ല ബീവറേജ് തുള്ളലാണ് കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ കേരളത്തിൽ നടക്കുകയാണ്. അപ്പൊ അല്ല, ഇപ്പൊ ഇത്രയും പഠിച്ച ഒരു പാട്ടും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ പഴയ പാട്ടും പുതിയ പാട്ടും നമ്മൾ പാടി. പഴയ പാട്ട് രണ്ടാമത് പുതുതായിട്ട് വന്ന കസ്തൂരി മണക്കുന്നല്ല, ഏറെ നാളുകൾക്ക് ശേഷം വന്ന ഒരു മലയാള ചിത്രത്തിലെ പഴയ പാട്ടുകൾ പൊടുതട്ടി വീണ്ടും സിനിമയിൽ വരുമ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ ഒരു അവാർഡ് കൂടി നേടിക്കൊടുത്ത പഴയ ഗാനം. റിസ്തുക്കലോ നണക്കുമാറ്റേക്ക നീൽബൊരുവാ ഏണി മങ്കവോണ്ടുങ്കാനി നളിവികയുകിഴുതാനി റിസ്തുക്കലോ നണക്കുമാറ്റേക്ക നീൽബൊരുവാ ഏണി മങ്കവോണ്ടുങ്കാനി നളിവികയുകിഴുതാനി ളിവണി മലൊങ്ങൊന്നുണക്കീളി തുളിത്തു നീൽബൊരുവാ ഇൾവയള്ളികതകഞ്ഞുറാപ്പ എന്റെ കാമുകതകഞ്ഞുറാപ്പ. താങ്ക് യു. അപ്പൊ ഇനി തിരിച്ച് ഞാനൊന്ന് TV ഓണാക്കിയാല് ഒന്ന് രണ്ട് ശബ്ദങ്ങൾ ഞാൻ അവതരിപ്പിക്കും. ടിവിയിലേക്ക് നമ്മൾ ഇഷ്ടമുള്ള ശബ്ദങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ചാനലുകൾ A to Z പോലെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരു ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ഒരാളെ ആദ്യമായിട്ട് രമേശ് ഗോപാൽ, നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും ആദ്യം അവതരിപ്പിക്കാം. മുഖ്യമന്ത്രി സാറിനെ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ സാറും വരികയാണ്. ആദ്യമായിട്ട് മുഖ്യമന്ത്രി വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പലരും ഈയിടെയായിട്ട് പറഞ്ഞു ഇവിടെ ലോഡ് ഷെഡിങ് കൂടുതലാണ്, മഴയില്ല, നാടും ഗൾഫും തമ്മിൽ ഇപ്പോൾ ഒരുപോലെയാണ് ചൂടിന്റെ കാര്യത്തിൽ. രണ്ടിടത്തും 50 ഡിഗ്രിയാണ് ചൂട് വേനൽക്കാലത്ത്. ഈ ചൂട് മഴയില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ്: ഗവൺമെന്റ് ഈ വിഷയം നന്നായിട്ട് പഠിച്ചു. കേരളത്തില് ഈ മഴ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ കാർമേഘം ഇങ്ങനെ ഉരുണ്ട് കൂടി കേരളത്തിൻ്റെ മുകളിൽ വന്ന് നിന്ന് പെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിറച്ച് ബംഗാളികളും തമിഴന്മാരും ഒക്കെ നിന്ന് പണിയെടുക്കുന്നത് കാണാം. അപ്പോൾ ഈ മേഘം ഓർക്കും എത്തിയിരിക്കുന്നത് ബംഗാളിലാണ് എന്ന് ഓർത്തിട്ട് ഈ മേഘം പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിട്ട് കർണാടകയിൽ പെയ്യാണ്. അപ്പോൾ ഇടക്ക് മഴ പെയ്യാറുണ്ടല്ലോ. അത് ഈ ഹോളിയും ദസറയൊക്കെ വരുമ്പോൾ ഈ ബംഗാളികൾ അവരുടെ നാട്ടിൽ പോകുന്ന സമയത്താണ് കേരളത്തിൽ ഇതുപോലുള്ള മഴയുണ്ടാകുന്നത്. ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരുന്നത് ഈ അടുത്ത കാലത്ത് ജനകീയമായിട്ടുള്ള ഐഡിയ ക്യാൻ ചേഞ്ച് ലൈഫ് എന്നാണല്ലോ പറയുന്നത്, അതുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആയിക്കോട്ടെ. ഹലോ ഹണി ബണി, ഹലോ ഹണി ബണി, യു ആർ മൈ പംകിൻ പംകിൻ. ഹലോ പണി പണി, എന്നെ മണി മണി, ടോക്കോ ടോക്കോ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് അവസാനിക്കുമ്പം ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ഒരുപാടായിട്ട് വരുന്നുണ്ടല്ലോ. നല്ലോണം വടയും പരിപ്പോടയും ചായയും തിന്നുകൊണ്ടിരുന്ന മലയാള സിനിമയിലെ നായകന്മാർക്ക് പിസയും ബർഗറും ഒക്കെ മേടിച്ചു കൊടുത്തു ന്യൂ ജനറേഷൻ സിനിമകൾ. അപ്പൊ ഈ ന്യൂ ജനറേഷൻ സിനിമ കുറച്ച് നാൾ മുമ്പായിരുന്നു, ഒരു 25 വർഷം മുമ്പായിരുന്നു ഈ ട്രെൻഡ് വന്നിരുന്നെങ്കിൽ അന്ന് കാലത്തെ ഏറ്റവും ജനകീയനായ നടൻ ഭീമൻ രഘു ഒരുപക്ഷെ ഇതിൽ അഭിനയിക്കുമായിരുന്നു. ഭീമൻ രഘു. അങ്ങനെ ഭീമൻ രഘു തട്ടത്തിൻ മറയത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ അതിലെ ഡയലോഗ് എങ്ങനെ പറയും എന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഭീമൻ രഘു തട്ടത്തിൻ മറയത്തിലെ നായകനായിരുന്നെങ്കിൽ അദ്ദേഹം ഡയലോഗ് ഇങ്ങനെ പറയുമായിരുന്നു. നമുക്ക് ഭീമൻ രഘുവിന്റെ തട്ടത്തിൻ മറയത്തിൽ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ വെറുതെ വായിട്ട് നോക്കി നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു വൃത്തികെട്ട കാറ്റ് പെൺകുട്ടി ദൂരെ നിന്നും അടുത്തേക്ക് വരുന്തോറും എനിക്ക് ഭ്രാന്ത് കൂടി കൂടി വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു,
ഈ ഉമ്മച്ചി കുട്ടിയെ വേറെ ആർക്കും ബലാത്സംഗം ചെയ്യാൻ വിട്ടു കൊടുക്കൂലെന്ന്. താങ്ക് യു. ഇനി തിരിച്ച് നമുക്ക് ഈ അനുകരണം അങ്ങ് നിർത്തിയിട്ട് സാഹചര്യത്തിലേക്ക് വന്നാൽ നമ്മൾ പലപ്പോഴും പഴഞ്ചൊല്ലുകൾ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒരുപാട് ഉപയോഗിക്കുന്നവരാണ്. പഴഞ്ചൊല്ലുകൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ്. പഴഞ്ചൊല്ലിൽ ഒരുപാട് അർത്ഥമുണ്ട്, വ്യാപ്തിയുണ്ട്. പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം ഒരു ഇരിപ്പിരുന്നു. ആ ദിവസം എൻ്റെ വീട്ടിലേക്ക് രമേശ് കടന്നു വരികയും അദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും അന്ന് പഴഞ്ചൊല്ലിൽ തന്നെയാണ് എൻ്റെ മറുപടി ഉണ്ടായത്. മറ്റു വാക്കുകളൊന്നും സംസാരിക്കാതെ പഴഞ്ചൊല്ലിലായിരുന്നു ഞങ്ങളുടെ യാത്ര. അത്രം ദൂരം ഞാൻ പറയുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ക്യാപ്സൂൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്ക് ഇതാ രമേശ് കടന്നു വരുന്നു. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ കാള വാലുവെക്കുമ്പോൾ അറിയാതെ ഒന്നിനല്ല രണ്ടിനല്ല ഡാഷിനാണ്. എനിക്കിവിടെ ഇരിക്കാനായിട്ട്. നീ ഇരുന്നോ, പക്ഷെ ഇരുന്നടം കുടിക്കരുത്, നനഞ്ഞടം മാന്തരുത്, തോളത്തിരുന്ന് ദൈവത്തോർത്തിന്റെ ചെവി തിന്നരുത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണല്ലോ. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ല. പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കടക്കുവോളം നാരായണൻ, പാലം കടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കണത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചതാണോ? ഒരു വെടിക്ക് രണ്ട് പക്ഷി. ആഹാ, രണ്ട് കല്യാണം കഴിച്ചു. എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം രണ്ട് പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരെ പച്ചയെന്ന് തോന്നും, ഇക്കരെ നിൽക്കും എനിക്ക് അക്കരെ പച്ചയെന്ന് തോന്നും. അപ്പൊ ഈ ഭാര്യമാര് ചേട്ടനോട് എന്ത് പറയും? രണ്ട് വഞ്ചി കാലി ഔട്ടരുതെന്ന് പറയും. കളസം കയറിപ്പോലെ. കളസം മാത്രമല്ല, പുതിയ ബർമ്മട ഉൾപ്പെടെ കയറി. ഈ ഭാര്യമാരുടെ പേരെന്തൊക്കെയാ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ചേച്ചി ആളെങ്ങനെയാ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂവെന്ന് പറയുള്ളടാ. ഞാൻ കേട്ടത് പാവാന്നാ. അണ്ടിയോട് എടുക്കണം മാങ്ങാട പൊളിയറിയണമെങ്കിൽ. അടുത്തിട്ടുണ്ടോ ചേട്ടൻ? ഒന്നല്ല രണ്ടല്ല 3 തവണ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ചേച്ചിനെ ഒന്ന് പുറത്തേക്ക് വിളിക്കാവോ? പൊന്നുരിക്കുന്നിടത്ത് പൂച്ചക്ക് എന്താടാ കാര്യം? ഒന്ന് കാണാൻ വേണ്ടിയായിട്ടാ. പാവപ്പെട്ടവൻ എരന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ടു പോകരുത്. ഈ ശ്രീദേവി ചേച്ചിനെ പുറത്ത് കാണുന്നില്ലല്ലോ. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുവോ? ചേട്ടൻ അത്ര വലിയ അണ്ണാനാന്നൊന്നും പറയണ്ട. അത്ര വലിയ അണ്ണാനാണെങ്കിൽ ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു. പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞ മരത്തിൽ അല്ലേടാ ഓടിക്കേറാൻ പറ്റുമോ? ഇതിന് മാത്രം പഴഞ്ചൊല്ല് പറയാനായിട്ട് ചേട്ടൻ അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റം അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ് പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ അച്ഛനും എന്റെ അച്ഛനും ഒക്കെ ഒന്നിച്ചു പഠിച്ചതാ. നിന്റെ അച്ഛനും എന്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതല്ലേലും അങ്ങനെയാടാ. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. ചേട്ടൻ എന്റെ അച്ഛനെ കുറ്റം പറയാതെ ചേട്ടനൊരു അച്ഛനാണല്ലോ. ചേട്ടന്റെ മകന്റെ അടുത്തും ദുബായിക്ക് പോയിട്ട് എന്തോ ആയി? കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ അവസ്ഥ. ചേട്ടന്റെ മകനായതുകൊണ്ട് പറയല്ല, ചേട്ടന്റേതായ യാതൊരു ക്വാളിറ്റീസും അവന് കൊടുത്തിട്ടില്ല. മത്ത ഊത്തിയാ കുമ്പളം മുളക്കോ? അല്ല, ചേട്ടന്റെ മുഖച്ചായെങ്കിലും കിട്ടണ്ടേ? എടാ, മുഖം നന്നാകത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് എന്താടാ കാര്യം? ചേട്ടനോളം ഇല്ലെങ്കിലും ഇച്ചിരിയെങ്കിലും കിട്ടണ്ടേ? ഉപ്പോളം വരുമ്പോടാ ഉപ്പിലിട്ടത്. ഇങ്ങനെയുള്ള മക്കളെന്ന് ചേട്ടൻ വളർത്തേണ്ട കാര്യമില്ല. പുറത്ത് നിൽക്കുന്ന പട്ടി എന്നെ കണ്ടിട്ട് കരച്ചുമില്ല കുടിച്ചുമില്ല. എങ്ങനെ? പുറത്ത് നിൽക്കുന്ന പട്ടി എന്നെ കണ്ടിട്ട് കടിച്ചുമില്ല കുരച്ചുമില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ലെ കല്യാണം വിളിക്കാൻ പോകുന്ന എന്നെ പട്ടി കടിച്ചേ. കല്യാണം കഴിക്കാൻ പോണ നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ ഏട്ടാ? വാടിയ പൂ ചൂടിയാലും ചൂടിയ പൂ ചൂടരുതേ. നിന്റെ മുഖം കണ്ട ചേട്ടാ, അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിച്ചു തരുന്നതാ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധനാ. തുടക്കണ്ട. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധനാ. എങ്ങനെ മനസ്സിലായേട്ടാ? എന്തോ? എങ്ങനെ മനസ്സിലായി? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാടാ. ഓ വിശേഷം എവിടുന്ന്? അപ്പോൾ ഇത് അവസാനിക്കുമ്പോൾ ഇനി സാഞ്ചേട്ടൻ്റെ ഒരു പ്രകടനത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ ഏതാണ്? പുലയനാർ. പഴയ പ്രസാദം എന്ന ചിത്രത്തിലെ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ. ഇത് വ്യത്യസ്തമായ ഈ കാലഘട്ടത്തിലെ ആളുകളൊക്കെ കുട്ടനാട് മഞ്ചിപ്പാട്ട് കേന്ദ്രത്തിലും കോഴിക്കോടിന്റെ ശൈലിയിലും ഡെയ്ലർ മഹന്തിയും എ റഹ്മാനും സംഗീത സംവിധാനം നിർവഹിച്ചിരുന്നെങ്കിൽ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള പുലയനാർ മണിയമ്മ. പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ഈ ഗാനം പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരൊത്തുകൂടി അമ്പൽപ്പൂക്കടവിങ്കല്ലായില്ല തിരുനാളിൽ കുളിക്കാൻ പോയി. ഓദിത്തി താരാദിത്തി തൈരി തൈരകതകതേ ഓദിത്തി താരാദിത്തി തൈരി തൈരകതകതേതോ.
പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരത്ത് കൂടി അമ്പൽ പൂങ്കടവിങ്കൽ ആയില്ല തിരുനാളിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ നമ്മ പുലയന മണിയമ്മ നമ്മ പൂമുല്ല കാവിലമ്മ നമ്മ കലമാന്റെ മിഴിയുള്ള കാളി തത്തമ്മ അമ്മ 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 ഏ അമ്മ 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 നമ്മ പുലയന മണിയമ്മ നമ്മ പൂമുല്ല കാവിലമ്മ നമ്മ കലമാന്റെ മിഴിയുള്ള കാളി തത്തമ്മ അമ്മ 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 ഏ അമ്മ 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 പുലയനാർ മണിയമ്മ മണിയമ്മ പൂമുല്ല കാവിലമ്മ കാവിലമ്മ പുലയനാർ മണിയമ്മ മണിയമ്മ പൂമുല്ല കാവിലമ്മ കാവിലമ്മ പുലയനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ കാലമാന്റെ മിഴിയുള്ള കാളി തത്തമ്മ നല്ല കാളി തത്തം നല്ല കാളി തത്ത ഞങ്ങട നല്ല കാളി തത്തമ്മ നല്ല കാളി തത്തമ്മ പുലയനാർ മണിയമ്മ മണിയമ്മ പൂമുല്ല കാവിലമ്മ കാവിലമ്മ പുലയനാർ മണിയമ്മ മണിയമ്മ പൂമുല്ല കാവിലമ്മ കാവിലമ്മ താങ്ക് യു വെരി മച്ച്.